ഗൈസ്, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഫോർമുല 1 കാറുകളിൽ യൂസ് ചെയ്യുന്നത് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ്. സോ മക്ഫേഴ്സൺസ് സ്ട്രട്ട് ടൈപ്പ് ഓഫ് സസ്പെൻഷൻ ഉണ്ട്, മൾട്ടി ലിങ്ക് സസ്പെൻഷൻ ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള സോളിഡ് ആക്സിൽ ടൈപ്പ് ഓഫ് സസ്പെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ടൈപ്പ് ഓഫ് സസ്പെൻഷൻസ് ഓട്ടോമൊബൈൽസിലോ കാർസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസ് ഫോർമുല 1 കാറുകളിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതിന് ആദ്യം എന്താണ് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐബട്ടിലും കൊടുത്തേക്കാം. അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ. സോ ഞാൻ എന്തുകൊണ്ടാണ് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസ് ഫോർമുല 1 കാറിൽ യൂസ് ചെയ്യുന്നതിന് കുറേ റിസർച്ചും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. നമുക്കറിയാം ഫോർമുല 1 കാറുകൾ ഭയങ്കര എയറോഡൈനാമിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷീൻസാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഭയങ്കര ബാഡ് വെതർ കണ്ടീഷൻ വന്നാൽ, അല്ലെങ്കിൽ ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റിലാണെങ്കിൽ കാറിൻ്റെ എയറോഡൈനാമിക്സിനെ അത് സാരമായിട്ട് ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ആണ്. സോ ആ ഒരു റീസൺ കൊണ്ടാണ് എൻജിനീയേഴ്സ് ഈ ഒരു ഫോർമുല 1 കാറിൽ ഈ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വിഷ്ബോൺസ് ഉണ്ടല്ലോ, അപ്പർ വിഷ്ബോണും അതുപോലെ ലോവർ വിഷ്ബോണും അല്ലെങ്കിൽ കൺട്രോൾ ആംസ് എന്ന് പറയും. ഇതിനെ വേറൊരു പർട്ടിക്കുലർ എഞ്ചിനീയേഴ്സിന് വേണ്ട ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഒരു ഫോർമുല 1 കാർ ഡിസൈൻ ചെയ്യുന്നത് എയറോഡൈനാമിക്കലിയാണ്. അതായത് എയർ സ്ട്രീമിനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതിൻ്റെ ഫ്രണ്ട് വിങ്സ് ആണെങ്കിലും ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സസ്പെൻഷനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എയർ സ്ട്രീമിനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങളൊരു ഫോർമുല 1 കാറിൻ്റെ ഫോട്ടോ എടുത്ത് ഈ സസ്പെൻഷൻ്റെ റീജിയൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സസ്പെൻഷനും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് വരുന്ന എയർ സ്ട്രീമിനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ്. സസ്പെൻഷൻ അല്ല കേട്ടോ, ഈ വിഷ്ബോൺസ്, അതായത് അപ്പർ ആമും ലോവർ ആമും. പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഏത് ടൈപ്പ് ഓഫ് സസ്പെൻഷനേക്കാളും ഈ ഒരു ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ ഉപയോഗിക്കുമ്പോൾ ടയേഴ്സിനും വീൽസിനും ട്രാക്കുമായിട്ട് ബെറ്റർ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഫോർമുല 1 കാർ ഒരു 250 km/h സ്പീഡിൽ വന്നിട്ട് ഒരു കോർണർ എടുത്തു. കോർണർ എടുക്കുമ്പോൾ നമുക്കറിയാം ഔട്ടർ സൈഡിലെ ടയേഴ്സിനായിരിക്കും കൂടുതൽ വെയിറ്റ് ചെല്ലുന്നത്, അങ്ങോട്ടായിരിക്കും ഫുള്ള് വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇന്നർ സൈഡിൽ വെയിറ്റ്ലെസ് ആണ്, അതായത് ട്രാക്കിൽ നിന്ന് പൊന്തി വരാനായിട്ട് ഒരു ചാൻസ് ഉള്ളത് ഈ ഒരു അകത്തുള്ളത് ഇന്നർ വീലിലായിരിക്കും സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഡബിൾ വിഷ്ബോൺ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം, ഡബിൾ വിഷ്ബോണിൻ്റെ ഏറ്റവും വലിയ യൂസ് ഞാൻ ഡബിൾ വിഷ്ബോണിനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസിൻ്റെ ആംസ് ഈ ഒരു രീതിയിലാണ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് ടയേഴ്സ് ഇപ്പം കുഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ അപ്പർ ആമും ലോവർ ആമും ട്രാവൽ ചെയ്യും. ഒരു കല്ലിൻ്റെ മണ്ടക്കൂടെ കയറി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുകളിലോട്ട് ട്രാവൽ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു ഫോർമുല 1 കാറിൻ്റെ ഇന്നർ ടയർ ആ സമയത്ത് ലൂസായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡബിൾ വിഷ്ബോൺസ് താഴേക്ക് ഇറങ്ങിച്ചെല്ലും. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം കാറിൻ്റെ വീൽ അലൈൻമെൻറ്റിൽ ക്യാമ്പർ എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. അപ്പോൾ ഈ ക്യാമ്പറിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ, അതിൽ കൂടുതൽ പ്രശ്നം വരാതെ, ക്യാമ്പർ ആംഗിളിൽ ഒത്തിരി ചേഞ്ച് വരാതെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വിഷ്ബോൺ സസ്പെൻഷൻ, ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ് മറ്റേത് സസ്പെൻഷനേക്കാളിലും നല്ലത്. പിന്നുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, അത് ഫോർമുല 1 ഒരു എഞ്ചിനീയേഴ്സ് സൈഡാണ്, ഒരു പ്യുവർലി എഞ്ചിനീയേഴ്സ് സൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഫോർമുല 1 പല ടൈപ്പ് ഓഫ് ട്രാക്സിൽ നടക്കാറുണ്ടല്ലോ. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ടെറൈൻസിലുള്ള ട്രാക്സിൽ നടക്കാറുണ്ട്. അപ്പോൾ ഈ ട്രാക്സിനനുസരിച്ചിട്ട് എഞ്ചിനീയേഴ്സ് കാറിൻ്റെ ക്യാമ്പറും ഗ്യാസ്റ്ററും ടോയും ആംഗിൾസ് ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ സസ്പെൻഷൻസിനെ അത് ഇമ്പാക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരേ ഒരു സസ്പെൻഷൻ ഈ ഒരു ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ്, സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്, ഈ ഫോർമുല 1 കാറിൻ്റെ ഈ ഒരു റൈഡ് ഹൈറ്റിൻ്റെ, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ഇഷ്യൂ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഫോർമുല 1 കാറുകൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് ഇതിൽ സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡബിൾ വിഷ്ബോണാണ്. അതിലിപ്പോൾ മറ്റേ മക്ഫേഴ്സൺ സ്ട്രട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മക്ഫേഴ്സൺ സ്ട്രട്ടിന് കൂടുതൽ വെർട്ടിക്കൽ ഹൈറ്റ് വേണം അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് ഫോർമുല 1 കാറുകളിൽ ഈ ഒരു ഡബിൾ വിഷ്ബോൺ ടൈപ്പ് ഓഫ് സസ്പെൻഷൻസ് യൂസ് ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.